ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗായ്സ് ഇന്ന് ഞങ്ങള് രണ്ടാളും കൂടി ഒരു എന്താ പറയാ മുടി കളിച്ചില്ല വന്നു. കസിന്റെ മോളെ മുടി കളിച്ചില്ലായിരുന്നു. കസിന്റെ മോളാ? കസിനടി മൂത്തമ്മാന്റെ മോന്റെ മോള്. ഓ സോറി. അപ്പൊ എന്തായാലും ബാബുവിന്റെ മൂത്തമ്മാന്റെ മോന്റെ മോളുടെ കുട്ടീന്റെ മുടി കളിച്ചിട്ട് വന്നതാണ്. വേങ്ങര ഉള്ളത്, വേങ്ങര കിഴനക്കോട്. അപ്പൊ ഏതായാലും ഓരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ നേരം വൈകി. ഒന്നാമത് കുറച്ച് അപ്പൊ ഏതായാലും നമ്മള് പോയോട്ടോ ഗൈസ്. അപ്പൊ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാല് നമ്മളെ മുടി കളിച്ചിട്ടുള്ള കാഴ്ചകളാണ്. അത് ചുരുക്കളെ കവർ ചെയ്യണല്ലോ. നമ്മള് വീട്ടിലെത്തി. കുട്ടി അമ്മയൊന്നും മാറ്റിയിട്ടില്ല. അവിടെ എന്താ ഓത്തൊക്കെ നടക്കണുണ്ട്. അമ്മനാണ് പോയി നോക്കിയിട്ടില്ല. ജസ്റ്റ് പോയേക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു മുടി വലിച്ചിൻ്റെ പരിപാടി കൂടുമ്പോൾ. ഫസ്റ്റ് ടൈം ചെക്കൻ്റെ ഫാമിലി എത്തിയോണ്ട് തന്നെ മുടി കളിച്ചിലുള്ള കാര്യങ്ങൾ ഞാൻ നോക്കി എന്നിട്ട് എല്ലാവരും ഇത് ഈ തളികയിൽ ഇങ്ങനെ എന്തുകൊണ്ടാണ് വെക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയില്ലെന്ന് പറയട്ടെ. സംഭവം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത് മുടി കളയാൻ വരുന്ന ആൾക്ക് കൊടുത്തു വിടുന്നോ അങ്ങനെ എന്തൊക്കെയാണ് ഓരോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡൈനിങ് ഹാളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ മുടി കളിച്ചിലുണ്ടായിരുന്നത്. ഡൈനിങ് ഹാളിൽ നല്ലോണം ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കാണാനായിട്ട് ഞാൻ സ്റ്റെപ്പുമ്പോൾ കയറി നിൽക്കുകയാണ് കേട്ടോ ചെയ്തത്. ആദ്യമായിട്ട് ഇങ്ങനെ മുടി കളയാൻ കണ്ടുകൊണ്ട് തന്നെ കുറേ നേരം ഞാൻ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടും ഉണ്ടായിരുന്നു. ഫാൻ ഇട്ടിട്ടില്ല, മുടി പാറൊന്ന് വിചാരിച്ചിട്ടേക്കാരം. അങ്ങനെ ഗൈസ് അവിടെ അടിയിൽ പരിപാടികൾ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. വെല്ലനെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അവിടെ എന്താ പറയുക കുട്ടീൻ്റെ വെല്ലനാണല്ലോ അങ്ങനെ വടിച്ചു കൊടുക്കാൻ, മുടി കളയാൻ ഒക്കെ വടിച്ചു കൊടുക്കാൻ. അപ്പം മുടി കളയാനായിട്ട് അപ്പോൾ വെല്ലനെ ഇങ്ങനെ ചെയ്യേണ്ട. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല വ്യൂ ആണ് ഇവിടെ ബാൽക്കണിയിൽ നിന്ന്. അവിടെ അടിയിൽ അറവിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. അവിടെ മുടി കളഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കുറേ ടൈം പിടിക്കും. ഒന്നാമത് ഫാൻ ഇട്ടിട്ടില്ല, ചൂടെടുത്തിരിക്കാൻ വേണ്ടിയുള്ളിൽ സംഭവം ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ആ കുഞ്ഞി തല ഇങ്ങനെ എന്തോരം എഫേർട്ട് എടുക്കണമെന്ന് ഇങ്ങനെ ശരിയായി ഫുള്ള് റൗണ്ട് ചെയ്ത് കിട്ടാനില്ലേ. എന്നാലും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മുടി കളയുന്നത് കാണുന്നത് കേട്ടോ. നല്ലൊരു മൊമെൻ്റായി തോന്നി. ഇജ്ജ് എവിടെയായിരുന്നു? അങ്ങനെ വന്നപ്പോൾ കണ്ടില്ലല്ലോ. ഇത് മൂത്തമ്മാൻ്റെ വേറൊരു മോൻ്റെ മോളാണ് കേട്ടോ. ഇന്ന് ക്ലാസ്സില്ലേന്നടി കളി പോയില്ല അല്ലേ? കിട്ടണ ഗ്യാപ്പ് മുതലാക്കണം കേട്ടോ. മുടികളയിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് നിന്ന് അവിടുത്തെ ഒരു വീഡിയോ ക്ലിപ്പാണ് കേട്ടോ. അതൊക്കെ ബാബു എടുത്താണ്. ഈ ഭാഗത്തൊന്നും ഞാൻ ഇല്ല. ഒരു സൈഡിൽ അറവ് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ആ ടൈമിലൊക്കെ വീടിൻ്റെ മുകളിലും ഉള്ളിലൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തങ്ങി നിൽക്കുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ നേരത്താണെന്ന് പുറത്തൊക്കെ ഇറങ്ങിയത് കേട്ടോ. എനിക്ക് ഒന്നാമത് ഒരുപാട് പേര് കൂടി നിൽക്കണോടത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ തലവേദന എടുക്കും. ചെറിയൊരു മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടിയോടത്ത് നിന്നാൽ എനിക്ക് തല വെട്ടിപ്പൊളിയുടെ വേദന ഉണ്ടാവും കേട്ടോ. ലാസ്റ്റാണ് ബാബുക്ക് ഫുഡ് കഴിക്കാൻ നിന്നത്. അതുവരെ ബാബുവിനൊന്ന് കാണാൻ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ബാക്ക് ഭാഗത്തേക്ക് വന്നപ്പോഴാണ് ബാബുവിനൊന്ന് കണ്ടതൊക്കെ. ഒരു രണ്ടുപടിയൊക്കെ ആവാ ടൈം ആയപ്പോഴത്തേനും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര ബുദ്ധിയോ ചെയ്താക്കാ നോക്കട്ടെ. പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇറച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുകയാണ്. ബാബു ഇറച്ചി കവറിലാക്കുകയാണ്. എത്ര വലിയ കവറാബോ? ചോര കവറിലാകൊണ്ടൊക്കെ ആ മൂടി കീറിയിരിക്കണ് കവറിൻ്റെ. അത് എവിടേക്കൊക്കെ ഉള്ള മുന്നേ നമ്മൾ അവിടുന്ന് പോന്നു. ഉമ്മാക്ക് കുട വാങ്ങാൻ വേണ്ടിക്കാണ്ട് കയറിയതാണ് കേട്ടോ. ബാക്ക് കട്ടിയോ ബാബോ? ഹറമിൽ ഭയങ്കര വെയിലാണല്ലോ, അപ്പോൾ കുട ചൂടണമെന്ന് ഇറങ്ങണല്ലോ, അല്ലെങ്കിൽ കറക്കുമല്ല അല്ലേ മാ? നല്ല രസമുണ്ടത്. അവിടെ എന്തോ ഡിസ്കഷൻ. അപ്പോൾ ഈ വീഡിയോക്ക് ഒരുപാട് ലെങ്ത് ഒന്നുമില്ല എടുത്തത്, ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.